ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് പാൻട്രി ഓർഗനൈസേഷൻ ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ സ്റ്റോർ റൂം അത് തന്നെ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. കുറച്ച് ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല പല വലിപ്പമാണ്. ഇതങ്ങനെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതെല്ലാം ഇന്നലെ രാത്രി കഴുകി വെച്ചു. ഇനി അതെല്ലാം കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി നമ്മുടെ പാൻട്രി ഒന്ന് ഒതുക്കണം. ഒക്കെ അകൽക്കായി കിടക്കുക, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ബാ. അപ്പോൾ നമുക്ക് പതുക്കെ ഓർഗനൈസിങ് പരിപാടികൾ തുടങ്ങാം. തുടച്ച് വൃത്തിയാക്കാനുണ്ടൊക്കെ. പിന്നെ ഈ ഓർഗനൈസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ എനിക്കത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതാണൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ അടുക്കി പെറുക്കി വെക്കുക, ഇത് നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെയൊക്കെ സ്വാധീനിക്കുന്നൊരു കാര്യമാണ്. ചിലർക്ക് അടുക്കി പെറുക്കി വെക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ അവർ പെട്ടെന്ന് ക്ഷീണിക്കുന്നു. കൂടാതെ അവരെന്ത് ചെയ്യും, ജോലികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് നീട്ടി വെക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അവർക്ക്. അവർ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. ഈ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് തിങ്ക് ചെയ്യാൻ സാധിക്കും. നല്ല രീതിയിൽ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അടുക്കി പെറുക്കിയാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ തിങ്കിങ് എബിലിറ്റിയും മെൻ്റൽ ഹെൽത്തിനെ അത് ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നന്നായിട്ട് ഉറക്കം കിട്ടാനും അത് സഹായിക്കും എന്നാണ് പറയുന്നത്. സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കണം. ഇങ്ങനെ വൃത്തികേടായി കിടക്കുമ്പോൾ അതൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി അതിലുള്ള സാധനങ്ങളെല്ലാം മാറ്റി വീണ്ടും നല്ല രീതിയിലൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു സമാധാനമാണ്. പിന്നെ മാത്രമല്ല, നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാനും ഉറക്കം കിട്ടാനും ഒക്കെ നല്ല ഒരു സഹായകമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഓർഗനൈസേഷൻ. അപ്പോൾ എല്ലാവരും വേഗം ഇതുപോലെ പോയിട്ട് അവരവരുടെ വീടുകളൊക്കെ ഓർഗനൈസ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ജീവിക്കുക, നന്നായിട്ട് ഉറങ്ങുക, നല്ല രീതിയിൽ ചിന്തിക്കുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ വേറെ ഒരു വിഷയമായിട്ട് വരാം. ബൈ.